അപ്പോൾ എന്തായാലും ഗൈസ് വെള്ളത്തിലിറക്കണം, അല്ലാതെ നിവൃത്തിയില്ല. അത്യാവശ്യം ഡീപ്പിട്ട് തോന്നുന്നുണ്ട്, നല്ല ഡീപ്പുണ്ട് കേട്ടോ. ഏലാണ് ഓക്കെ. അപ്പോൾ നമ്മുടെ ഡോമിനോർ ചേട്ടൻ ഓവർടേക്ക് ചെയ്തിട്ട് വരികയാണ്. നല്ല ഡീപ്പുണ്ട് അത്, നല്ല ഡീപ്പുണ്ടല്ലേ, നല്ല ഡീപ്പുണ്ട്, നല്ല ഡീപ്പുണ്ട് പറയാ, ഡീപ്പേ നല്ല ഡീപ്പുണ്ടെന്ന്. അപ്പം എന്തായാലും ഒരു വാട്ടർ ക്രോസിങ്, നമ്മൾ നല്ല വലിയൊരു വാട്ടർ ക്രോസിങ് കഴിഞ്ഞു. എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ, ഒന്നും പറയണ്ട. വണ്ടി കയറാണ്ടേ അതിൻ്റെ കഥപ്പാണ് ഇപ്പോൾ. ഇത് ഇങ്ങനത്തെ റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ കയറ്റം, അതായത് ഉറുമ്പിക്കരയൊന്നുമില്ല. നമ്മളന്ന് ഉറുമ്പിക്കരയിൽ CBR ആയിട്ട് ഒരു ഓഫ് റോഡിലേക്ക് പോയില്ലേ, ഒന്നുമില്ല, അമ്മാതിരി ഓഫ് റോഡ്. അപ്പോൾ കാര്യം നമ്മളിപ്പോൾ ഇത് പോകുന്ന ഒരു നല്ലൊരു വാലി, അതായത് വേറെ ലെവല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അതായത് നമ്മൾ ഇന്നലെയൊക്കെ പോയില്ലേ, ഇന്നലെ നമ്മൾ മുള്ളിങ്ങിലേ പോകുമ്പോൾ ആരുമില്ലാത്ത റോഡ് കൂടെ നമ്മൾ പോയില്ല, ആരുമില്ലാത്ത റോഡിൽ കൂടെ, അതേപോലത്തെ ഒരു റോഡ് തന്നെയാണ് ഇതും. ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല. കഴുതക്കുഞ്ഞുങ്ങളും കഴുതകളെയും കാണാണ്ട് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഇതൊക്കെ നിൽക്കുന്നത് കഴുതകളാണ് ഇവിടെ നിൽക്കുന്നത്. ടോസ് സംതിങ് ടീ വെച്ചിട്ടുള്ളതൊരു പേരാണ്, വായിൽ വരുന്നില്ല, അങ്ങനത്തെ ഒരു പേരാണത്. അപ്പോൾ ആ ലേക്കാണ് തോന്നുന്നുണ്ടത്. ഈ ലേക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലേ മണാലി ഹൈവേയിൽ കയറുക. എന്നിട്ട് അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കും, റൈറ്റ് എടുത്താൽ ലേ പോവും, ലെഫ്റ്റ് എടുത്താൽ മണാലി പോവും. അങ്ങനെയാണ് റോഡ്. അയ്യോ, ഇപ്പം തന്നെ പോയിരുന്നു കേട്ടോ, തന്നെ പോയിരുന്നു. എൻ്റെ നല്ല ജീവനൊന്ന് പാളി, പെട്ടെന്നാണ് ഞാൻ മണ്ണ് കണ്ടത്. എന്താ സീൻ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടറിൽ ഇവിടെ നിർത്തിയേക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ആടിൻ്റെ തലയിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ, അയ്യോ സോറി ശ്രീകുമാരേട്ടൻ. ഇവിടെ നോക്കാൻ വെച്ചാൽ ഇവിടെ ഒരു ആടിൻ്റെ തല വെച്ചിട്ടുണ്ട്, കൊമ്പൊക്കെ ഒരു ചില്ല് കൊമ്പന്നെ കേട്ടോ. എങ്ങനെയുണ്ട്? കേരള സേ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെ പെട്ട അറിയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് തോന്നുന്നുണ്ട്. നമുക്ക് റൈഡ് ചെയ്ത് പോകെ നമുക്ക് നോക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ റൈഡ് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് കഴിച്ചത് മാഗി പിന്നെ ഓംപ്ലേറ്റ് അതാണ് കഴിച്ചത്. നമ്മളെന്തായാലും അവിടുന്ന് പെട്രോളൊക്കെ അടിക്കാൻ നിർത്തിയതൊക്കെ നന്നായിട്ടാണ്. കാരണം ഇവരെ കമ്പനിയായിട്ട് കിട്ടുകയും ചെയ്തു. നമ്മുടെ പെട്രോൾ അടിക്കലും കഴിഞ്ഞു. കാരണം പെട്രോൾ അടിച്ചില്ലെങ്കിൽ നമ്മൾ ജിസ്പേലേക്ക് നിന്ന് എത്തില്ല, എന്തായാലും വല്ല വഴിക്കിൽ എവിടെയെങ്കിലും നിന്നായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ക്യാരി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാനിൽ, അതായത് ഒരു 3 ലിറ്ററോളം നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ട് ബാഗിൽ, അല്ല ക്യാനിൽ. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ അവിടുന്ന് ഒരു 15 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. 15 കിലോമീറ്റർ വന്നിട്ട് 15ഓ 12ഓ അത്രേ ഉള്ളൂ. 12 കിലോമീറ്റർ വന്നിട്ട് ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പോകുന്നതാണ് ലേ മണാലി ഹൈവേ ആണത്. അപ്പം നമ്മളിത് ലേ മണാലി ഹൈവേയിൽ കയറി. ഇനി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കും. നമ്മളിപ്പോൾ ജിസ്പേയിലാണ് സ്റ്റേ എന്ന്.
ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ്